ഈ പറഞ്ഞ പോലെ പ്രതിഷ്ഠയും ഈ പറഞ്ഞ താന്ത്രിക വിധികളും കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് ലക്ഷ്യങ്ങളുണ്ടാക്കിയ ജ്യോത്സ്യന്മാരും ഈ തന്ത്രിമാരും ഒരുമിച്ച് നിന്ന് തന്നെ ലക്ഷ്യങ്ങളുണ്ടാക്കിയ ഒരു 40 വർഷത്തെ ചരിത്രങ്ങൾ. കൊല്ലം കൊറ്റംകുളങ്ങര ചമയവിളക്ക് നടക്കുന്ന ക്ഷേത്രം. കുട്ടികൾ കളിച്ചുകൊണ്ട് നിന്നപ്പോൾ ഉണ്ടായ ഒരു ദേവീ ദർശനം. കേരളത്തിലെ ബ്രാഹ്മണ സമൂഹം പൂർണ്ണമായിട്ടും തട്ടിപ്പുകാരാണെന്ന് ഞാൻ പറയത്തില്ല. തട്ടിപ്പുള്ളവരുണ്ടെന്ന് തന്നെ പറയുകയും ചെയ്യും. ഒരു കൂട്ടരാൾക്കാര് ബ്രാഹ്മണിക്കൽ എന്ന് പറഞ്ഞ് ഒരുപക്ഷെ കേരളത്തിലെ മുഴുവൻ തന്ത്രിമാരെയും കേരളത്തിലെ ബ്രാഹ്മണർ പൂജ ചെയ്യുന്ന എല്ലാവരെയും അടച്ചാക്ഷേപിച്ചു പോകുന്ന അല്ലെങ്കിൽ അധമന്മാരാക്കി പോകുന്ന ഒരു തലം. ഗുരുക്കൾ ജെ.ജി. ജയകൃഷ്ണ മേനോൻ സർ, ബോധി ദ എൻലൈറ്റ്മെന്റിലേക്ക് സ്വാഗതം. നമസ്തേ. ഒരു കളരി ഗുരുക്കളാണ്. നമ്മുടെ ഇതൊരു സ്പിരിച്വൽ ചാനലാണ്. അതുകൊണ്ട് തന്നെ ഈ കളരി എന്ന് പറയുന്നത് പണ്ടത്തെ കളരിയാണ് ഇപ്പോഴത്തെ പല ക്ഷേത്രങ്ങളായി മാറിയിരിക്കുന്നതെന്നൊരു കേട്ടുകേൾവിയുണ്ട് എനിക്ക്. എന്താണ് അതിന് പിന്നിലെ, എങ്ങനെ ആയിരിക്കും ഇത് പണ്ടത്തെ കളരി ഇന്ന് ക്ഷേത്രങ്ങളായി മാറാനും കളരിയും അമ്പലവും തമ്മിലുള്ള ബന്ധം എന്താണെന്നൊന്ന് പറഞ്ഞു തരാമോ? പൊതുവായി പറയുമ്പോൾ എല്ലാ ക്ഷേത്രങ്ങളും എന്നല്ല, കേരളത്തിൻ്റെ ഒരു മെജോറിറ്റി ആചാര പദ്ധതികളും ശാക്തേയ തലത്തിലുള്ളതാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ആ ശാക്തേയ തലത്തിലെ ക്ഷേത്രങ്ങളെ എടുക്കുമ്പോൾ കളരി ഉപാസനകളും അല്ലെങ്കിൽ കളരിയിലെ മൂർത്തികളും, പ്രത്യേകിച്ച് കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങൾ, കേരളത്തിന് അത്തരം ഒരു സംസ്കാരം ഉള്ളത് കൊണ്ടാണ് കാവും കാളിയും നാഗവും നാഗേക്ഷിയും ഒക്കെ വരുന്നതായിട്ടുള്ള ആരാധനകളെല്ലാം ആ ഒരു യോദ്ധാക്കന്മാരുടെ പരമ്പരയിൽ ഉള്ളതാണ്. ഒരു കളരി സമ്പ്രദായത്തിലെ മൂർത്തികൾ അവിടെ ഭദ്രകാളിയെ തന്നെ ഖലൂരികയായി തന്നെ കണ്ട് സങ്കല്പിക്കുന്നു. പിന്നീട് സപ്തമാതൃക്കളും അവിടെ ശൈവ ശാക്തേയമായിട്ടുള്ള ഒരു ലയനം തന്നെ പൂത്തറ എന്ന് പറഞ്ഞ സങ്കല്പത്തിൽ അതിൻ്റെ സപ്തമാതൃക്കൾ കഴിഞ്ഞിട്ട് ഏറ്റവും ഉയരത്തിലായിട്ട് സമസ്ത ശാസ്ത്രങ്ങളുടെയും സമസ്ത കലകളുടെയും ആദിഗുരുവായിട്ടുള്ള പരമേശ്വരൻ, അത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു വലതുഭാഗത്തായിട്ട് സങ്കല്പം കൊടുക്കുന്നത് നമ്മൾ ശാക്തേയ തലത്തിൽ ഖലൂരിക സങ്കല്പമാണ്, അല്ലെങ്കിൽ അത് കാളി സങ്കല്പമാണ്, ഭദ്രകാളിയുടെ തന്നെ സങ്കല്പമാണ്. അതിൽ തന്നെ വിവിധങ്ങളായ ഒരുപക്ഷെ സിദ്ധി ഉപാസന ക്രമങ്ങൾക്കനുസരിച്ച് വിവിധ ഭാവങ്ങളിലുള്ള ശാക്തേയ കാളി സങ്കല്പങ്ങളുണ്ടാകും. നാഗേക്ഷി ഉണ്ടാകും, ഭദ്രകാളി ഉണ്ടാകും, വീരഭദ്രൻ മഹാഭദ്രകാളി ഉണ്ടാകും, വീരഭദ്രൻ ഉണ്ടാകും. അങ്ങനെ വടക്കൻ ദേശത്ത് ഈ പറഞ്ഞ പോലെ വേട്ടേക്കരൻ അല്ലെങ്കിൽ ചാത്തൻ, ഇതൊക്കെ കളരി സമ്പ്രദായത്തിലുള്ള മന്ത്രമൂർത്തികൾ തന്നെ. അതിൽ ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ യാതൊരുവിധമായ ഫലേച്ഛയുമില്ലാതെ അഭ്യാസികൾ അല്ലെങ്കിൽ ആയോധന വിദ്യാർത്ഥികൾ നിത്യവും പുഷ്പങ്ങൾ കൊണ്ട് സമർപ്പിച്ച് പൂജിച്ച് കൊണ്ടുവരുന്ന ഒരു വലിയ എനർജി ആയിരുന്നു ഒരു കാലഘട്ടം. അത് തുടർന്നുണ്ടായ കാലഘട്ടങ്ങളിൽ അതിൻ്റെ ആ ഒരു പ്രഭാവങ്ങളൊക്കെ നിലച്ചു പോവുകയും പിന്നീട് ഈ കളരികളൊക്കെ ക്ഷയിച്ച് ആ ചിലപ്പോൾ ഒരു തറയായോ അല്ലെങ്കിൽ ദിവസവും ഒരു വിളക്ക് കൊളുത്തുന്ന ഭാഗമായിട്ടോ ഒക്കെ മാറി. പിന്നീടുള്ള കാലഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കുടുംബങ്ങൾക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ദൈവപ്രശ്നം പോലെ വെക്കുകയും ആ ദൈവപ്രശ്നത്തിൽ ഇത്തരം കലകളെയൊക്കെ കണ്ടെത്തുകയും അല്ലെങ്കിൽ ഈ മൂർത്തികളെ കണ്ടെത്തുകയും അവയൊക്കെ ക്ഷേത്രങ്ങളായി മാറുകയും അങ്ങനെയുള്ള
അത് കേരളത്തിലെ തെക്ക് മുതൽ വടക്കേ അറ്റം വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും, അതിപ്പം വടക്കായാലും തെക്കായാലും എല്ലാ സ്ഥലങ്ങളിലും അത്തരം നിരവധി ക്ഷേത്രങ്ങൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്നത് ഒരു 40 വർഷത്തിനിടയിൽ നിരവധി ക്ഷേത്രങ്ങൾ. ഒരുപക്ഷെ അതിൽ കുലാചാരങ്ങൾ അനുഷ്ഠിച്ച് കൗളമാർഗങ്ങൾ അനുഷ്ഠിച്ച് വന്ന ദേവതകളെ പുതിയ രീതിയിലേക്ക് ക്ഷേത്രങ്ങളാക്കി, ഒരുപക്ഷെ വൈദിക രീതിയിലേക്ക് മാറ്റപ്പെടുത്തി, താന്ത്രിക വിധികളിലേക്ക് മാറ്റപ്പെടുത്തി അനവധി ക്ഷേത്രങ്ങൾ ഒരു 10-40 വർഷത്തിന് ഇടയിൽ സംഭവിച്ചിരിക്കുക. അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങൾ, കളരിയിൽ നിന്നും വന്ന ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, ഇപ്പോൾ സാറ് പറഞ്ഞായിരുന്നില്ലേ ഒരു നമ്മൾ ഒരു കല്ലിൽ അല്ലെങ്കിൽ എന്തിനെങ്കിലും സങ്കല്പിച്ച് ചെയ്യുന്നു, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഉത്ഭവം എന്ന് ഞാനും കേട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ചുമ്മാ പോലും കളിക്കുന്നതിനിടയിൽ പോലും ഇപ്പം അമ്മമാർ പറയും ആ കല്ലിൽ നമ്മൾ സാമീനെയൊക്കെ വെച്ച് കളിക്കും വെറുതെ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊരു ശക്തി വരുമോ ശരിക്കും? അത്തരത്തിൽ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മനസ്സെന്താണോ, ഭാവന എന്താണോ, സമർപ്പണം എന്താണോ, അതിനനുസരിച്ച് തീർച്ചയായിട്ടും ഒരു എനർജി ഉണ്ടാവും. ഇപ്പൊ അത് കുട്ടികൾ കളിക്കുവാണെങ്കിലും വരുമോ? കുട്ടികൾ ആ സങ്കല്പത്തിൽ കളിച്ച് അത് സ്ഥിരം ആചരിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരിടത്ത് അത് സ്റ്റേ ചെയ്യുമല്ലോ. ഒരു കളി കളിച്ചു, അതങ്ങോട്ട് പോയി. അതിന്റെ ഒരു ഇവരിങ്ങനെ കല്ലൊക്കെ വെച്ച് അമ്പലമാണല്ലോ കാണുന്നേ, അപ്പൊ കുറച്ച് ചന്ദനവും മഞ്ഞളും പൂവും ഒക്കെ കൊണ്ടുപോയി അത് തുടർന്ന് വന്നാൽ തീർച്ചയായിട്ടും അവിടെ ഒരു ശക്തി ഉണ്ടാവും. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യും, അങ്ങനെ കളിക്കുന്ന കുട്ടികളുണ്ട്. അതങ്ങനെ കുറെ കാലം ആയി കഴിഞ്ഞാൽ അതുണ്ടാകും. നമ്മളതങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് വിലക്കാറുണ്ട്. ആ വിലക്കാരന്റെ ഭയമുള്ളത് അത് അങ്ങനെ ആകും എന്നുള്ളത് കൊണ്ടാണല്ലോ. അതിൽ സത്യം മുതിർന്ന ആൾക്കാർ പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ അത് ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ ആവശ്യമില്ലാതെ ഒരു വിളക്ക്, ഒരു മരത്തിന്റെ ചുമ്മാ അതൊരു വിളക്ക് കത്തിച്ചു, ഒരു കാര്യമില്ല. കുറെ നാൾ കഴിയുമ്പോൾ അത് ഒരു ആചാരമോ പദ്ധതിയോ ഒക്കെ ആയിട്ട് മാറും. ഇതാണ് അതിനകത്ത് സംഭവിക്കുന്നത്. അത് കൊച്ചു കുട്ടികൾ കളിച്ചായാലും, ഞാൻ പറയാം, ഈ പല ക്ഷേത്രങ്ങളുടെയും നമുക്കറിയാം വളരെ പ്രശസ്തമായ കൊല്ലം കൊറ്റംകുളങ്ങര ചമയവിളക്ക് നടക്കുന്ന ക്ഷേത്രം. കുട്ടികൾ കളിച്ചുകൊണ്ട് നിന്നപ്പോൾ ഉണ്ടായ ഒരു ദേവീ ദർശനം, അതുമായി ബന്ധപ്പെട്ടാണ് അവിടുത്തെ ഐതിഹ്യം. അപ്പോൾ ഏതോ കല്ലിൽ രക്തം, ഈ ചോറ്റാനിക്കരയൊക്കെ ഓരോരുത്തർക്കും പറയല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ അവര് പെട്ടെന്ന് ആൺകുട്ടികൾ പെൺകുട്ടികളുടെ വേഷം പെണ്ണായിട്ട് താലപ്പൊലിയൊക്കെ എടുത്തു. നേദിക്കാനൊന്നുമില്ല. അപ്പൊ തേങ്ങ പൊട്ടിച്ചിട്ട് അത് ചിരകിയ കൊറ്റം എന്ന് ഉദ്ദേശിക്കുന്നതാണ്, അതാണ് നേദിച്ചത്. അങ്ങനെ ഒരു കഥ തന്നെ ഉണ്ട് ഈ കൊല്ലം ജില്ലയിലെ കൊറ്റംകുളങ്ങരയ്ക്ക്. വളരെ ഫേമസ് ആണ് ചമയവിളക്ക്. കുട്ടികൾ ചെയ്ത പ്രവൃത്തികളും ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തർക്ക് ഓരോ നിവേദ്യം തന്നെ. ഇപ്പോ മാങ്ങ നിവേദ്യ ക്ഷേത്രം ഉണ്ടല്ലോ, പെട്ടെന്ന് ഒരു സമയത്ത് നിവേദ്യം ഇല്ലാതെ ഒരു മാങ്ങ വീണു, അതെടുത്ത് നേദിച്ചു. അത് ചെട്ടികുളങ്ങര, ചെട്ടികുളങ്ങരക്ക് എന്താ പറയുക, ചെട്ടികുളങ്ങരക്ക് എന്തോ ചെമ്മീനോ അതിനെന്തോ അത് ഒരിക്കലും അവിടുത്തെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട കഥയേ അല്ല. അത് ചെട്ടികുളങ്ങര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആ ഒരു കഥ ഒരു ഐതിഹ്യവുമായി ബന്ധപ്പെട്ട കഥ പറയുന്നതാണോ? അത് ഒരുപക്ഷെ ഒരു കഥയായി പറയുന്നത്, ഒരു കെട്ടുകാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഒരാള്, സാധാരണ അവിടെ ഇഷ്ടംപോലെ എള്ളുപാടങ്ങളുടെ സ്ഥലമാണ് ഓണാട്ടുകര. ഓണാട്ടുകരയിലാണ് ചെട്ടികുളങ്ങര, എൻ്റെ സ്ഥലം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ആധികാരികമായിട്ട് പറയുന്നത്. അപ്പൊ എള്ളുപാടങ്ങളിൽ കൂടെയാണ് ഈ കെട്ടുകാഴ്ചകൾ, കുതിരകളും തേരുകളും ഒക്കെ വരുന്നത്. ഇത് കാണാനായിട്ട് ഒരു സ്ത്രീ, എന്തോ ഈ കൊഞ്ചുമാങ്ങ ഉണ്ടായിക്കൊണ്ടിരുന്ന സ്ത്രീ കണ്ടത്തിൽ വന്ന് നിന്ന സമയത്ത്, വയലിൽ വന്ന് നോക്കി നിൽക്കുന്ന സമയത്ത് അവർക്കൊരു ഇതായി, ദൈവമേ ഇത് പാകം തെറ്റി പോകുമോ, അവരങ്ങനെ വ്യാകുലപ്പെട്ട് നിന്നു. പക്ഷെ അവരിത് കണ്ട് തിരിച്ചു വരുമ്പോൾ അതിന് കേടൊന്നും സംഭവിച്ചിട്ടില്ല. ഇതും അവിടുത്തെ ആചാരവും ഇതുമായിട്ടൊന്നും ഒരു അത് ഉണ്ടാക്കിയെടുത്ത ഒരു ബിസിനസ് ആയിട്ട് ഇപ്പൊ ചെട്ടികുളങ്ങര അമ്പലത്തിൽ കുംഭഭരണിയുടെ തലേ ദിവസം ചെല്ലാമെങ്കിൽ കൊല്ലം ജില്ലയിലെ മംഗലാപുരം മുതലുള്ള മൊത്തം ഉണക്കക്കൊഞ്ചും അവിടെ കൂട്ടിയിട്ടേക്കും. ഇത് കൊടുങ്ങല്ലൂരും ഉണ്ട്. ഭരണി ടൈമില് ഉണക്കച്ചെമ്മീൻ
വിൽക്കുന്ന ഒരു ഏർപ്പാട്. അതിന് പിന്നിൽ എന്താ ഐതിഹ്യം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നീ ഈ ചെട്ടുകുളങ്ങര എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കൊടുങ്ങല്ലൂർ അമ്മ തന്നെയാണ് ചെട്ടുകുളങ്ങര. ഇവിടുന്ന് ഒരു കൂട്ടർ ഭക്തർ അവർക്കുണ്ടായ ഒരു അപമാനത്തിന്റെ ഭാഗമായി ഒരു മറ്റൊരു ക്ഷേത്രത്തിൽ പോവുകയും അവർ അപമാനിക്കപ്പെടുകയും അതിലെ ഒരു കുടുംബക്കാർ അല്ലെ കുറച്ച് കൂട്ടർ പ്രാർത്ഥിച്ച് കൊടുങ്ങല്ലൂർ ചെന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ദേവി അവിടേക്ക് വരികയും അതാണ് ചെട്ടുകുളങ്ങര കൊടുങ്ങല്ലൂർ ബന്ധം തന്നെ. പക്ഷെ കൊഞ്ചും മാങ്ങായും ഒരിക്കലും അവിടുത്തെ ഇതുമായിട്ടൊരു ബന്ധം. അത് ചുമ്മാ ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പുതിയത് ഓരോന്നും ഉണ്ടാക്കുന്നതല്ലയോ. ഇപ്പോഴാണെങ്കിൽ നല്ല സൗകര്യം, ആർക്കും എന്തും ആകാമല്ലോ. അതുപോലെ തന്നെയല്ലേ അമ്പലപ്പുഴ അമ്പലത്തില് എന്തൊരു സദ്യ ഇങ്ങനെ എറിയുന്നൊരു ഏർപ്പാടില്ലേ, നാടകശാല സദ്യ. അത് തന്നെ. അതിനു പിന്നിലും എന്തോ ഒരു കഥയില്ലേ? എനിക്ക് അതിനെ കുറിച്ച് ആധികാരികമായിട്ട് ഒന്നും അറിയില്ല. ഇങ്ങനെ സദ്യ ഉള്ളതൊക്കെ അറിയാം, ചോറ് വാരിയേറും. എനിക്ക് തോന്നുന്നത് ഭഗവാന്റെ കുട്ടിക്കളികൾ എന്നുള്ള രീതിയിലാണെന്നാണ് എൻ്റെ അറിവ്. എനിക്ക് അതിനെ കുറിച്ച് പറയാൻ വലിയ അറിവില്ല. ഞാൻ എന്തോ ഒരു കഥ, എനിക്കും കറക്റ്റായിട്ട് അറിയില്ല. കുട്ടികളുടെ ഒരു തലത്തിൽ ചോറ് വാരി എറിഞ്ഞൊക്കെ കളിക്കുമല്ലോ കുട്ടികൾ. പക്ഷെ അങ്ങനെയാണെന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് നാടകശാല സദ്യ അറിയാം. ഐതിഹ്യം പണ്ട് ഇപ്പം എൻ്റെ ഓർമ്മയിലില്ലത്, എൻ്റെ ആധികാരികമായിട്ട് പറയാൻ അറിയില്ല. സർ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്പിരിച്വലാണ് നമ്മുടെ മെയിൻ വിഷയം എന്ന് പറയുന്നത്. ഈ ഒരു സ്പിരിച്വലിനെ, അതായത് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഒരു ജ്യോതിഷൻ, ഇപ്പോൾ ഒരു താന്ത്രികൻ എന്നൊക്കെ പറയുന്നതിനെ ചൂഷണം ചെയ്യുന്നില്ലേ? ഇപ്പം ഈ അടുത്ത് തന്നെ നമ്മൾ ഒരുപാട് കേസുകളൊക്കെ കണ്ടിരുന്നില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മൾ പല പൂജകളെ കുറിച്ചും കേൾക്കുന്നുണ്ട്. ഇതിൽ പറയപ്പെടുന്ന കുറെ പൂജകളില്ലേ, അങ്ങനെയുള്ള പൂജകളൊക്കെ ശരിക്കും ഉള്ളതാണ്? എന്തിനു വേണ്ടിയുള്ള പൂജകളാണ്? യോനി പൂജ, ഇത്തരത്തിലുള്ള മറ്റേ എന്തോ പറയാ, ഈ ചെയ്യാൻ പാടില്ല എന്ന് പുറമെ പറയുന്നതും പല രീതിയിൽ സ്ത്രീകൾക്കെതിരെയും പല കുടുംബങ്ങളെയും ചൂഷണം ചെയ്യുന്ന തരത്തിലുള്ള കുറെ പൂജാ രീതികളില്ലേ? ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തുന്ന, ചൂഷണം ചെയ്യത്തക്ക രീതിയിലുള്ള പൂജാവിധികൾ, ഇത് ശരിക്കും നമ്മുടെ ഇതിന്റെ ഭാഗമാണോ? ഇത് ചെയ്യാൻ പാടുണ്ടോ ശരിക്കും? ആ പൂജകളെ ശരിക്കും പഞ്ചമകാര പൂജ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ മത്സ്യവും മാംസവും പിന്നെ മൈഥുനവും മന്ത്രവും പിന്നെ മദ്യവും. അപ്പം ഇത് വെച്ചിട്ട് പൂജകൾ ചെയ്തത് കൊണ്ട് തെറ്റ് ഇല്ല. പക്ഷെ അതില് മൈഥുനം എന്നുദ്ദേശിക്കുന്നത് യജമാനനും ഭാര്യയുമാകണം. ആരാണോ കർമ്മം ചെയ്യുന്നത് അവനവന്റെ ഭാര്യയുമായിട്ടായിരിക്കണം. ഭാര്യ ഭൈരവിയാകണം. അവിടാണ് ഭൈരവി ഭൈരവ പൂജ എന്ന് പറയുന്നത്. ഭൈരവി ഭൈരവ പൂജ സങ്കല്പങ്ങളിൽ ഒരുപക്ഷെ ഭൈരവനായി സങ്കല്പിച്ച് നിൽക്കുന്നവൻ അല്ലെങ്കിൽ ഭൈരവനാകുന്നവൻ ഭൈരവിയെ സ്വന്തം മടിയിൽ തന്നെ ഇരുത്തി ഷോഡശീകരണ തലം പൂജകൾ, ഷോഡശ പൂജകൾ ചെയ്യുന്ന ഒരു ക്രിയയാണ് ഭൈരവി പൂജ. അതിൽ ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ഇതൊരിക്കലും ഒരു സെക്സിന്റെ തലമല്ല, എന്നാൽ മാനസികമായിട്ടുള്ള ഒരാളുടെ ബലത്തെ കണ്ടമാനം പരീക്ഷിക്കുന്ന ഒരു തലമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഓർഗാസം ഒന്നും ഉണ്ടാകാൻ പാടില്ല. അത് പത്നിയെ തന്നെ ആയിരിക്കണം, മറ്റ് സ്ത്രീകളെ പിടിച്ചിരുത്തിയിട്ടല്ല ചെയ്യേണ്ടത്. മനസ്സിലായോ? കുറച്ച് കഠിനമായ സാധനാതലങ്ങളുണ്ട്. അതൊരിക്കലും ഒരു പൂർണ്ണമായ സെക്സും ഒന്നുമല്ല. അപ്പം അതിൻ്റെ ഭാവനകൾ വളരെ വ്യത്യസ്തമാണ്. അതിൽ നിന്ന് സായത്തമാക്കുന്ന സിദ്ധിതലങ്ങളും വലുതാണ്. അപ്പം ഓരോ വ്യക്തിയുടെ മാനസിക ശാരീരികമായിട്ടുള്ള ബലത്തെയും കൺട്രോളുകളെയും അതിൻ്റെ അടക്കങ്ങളെയും ഒക്കെ കൂടുതൽ ബലപ്പെടുത്തുന്നതിന് വേണ്ട ഉപാസന ക്രിയകളാണ് ഇതൊക്കെ തന്നെ. അതായത് ഈ പൂജ ചെയ്യുന്ന ആളുടെ ഭാര്യയല്ലേ? അതെ. അത് ചെയ്യുന്ന ആരാണോ കർമ്മിയുടെ ഭാര്യയായിരിക്കണം.
ഭൈരവിയായിട്ടിരിക്കുന്നത് ഭാര്യ ആയിരിക്കണമെന്ന് നിയമമാണ്. അപ്പൊ ഭൈരവൻ ഈ ചെയ്യുന്നത് അപ്പൊ ശരിക്കും തെറ്റ് തന്നെയല്ലേ? എങ്ങനെ പല സ്വാമിമാരും ഇതുപോലുള്ള പൂജകളിലേക്ക് അങ്ങനെ കേരളത്തിൽ ചെയ്ത ഒരു സ്വാമി ഉണ്ടായിരുന്നു. ആ സ്വാമി ജയിലിൽ പോവുകയും ജയിലിൽ അന്ത്യം സംഭവിക്കുകയും ചെയ്തു. ആ സ്വാമി ആരാണെന്ന് എന്നോട് ചോദിക്കേണ്ട, അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ? അങ്ങനെ ചെയ്താൽ, തെറ്റ് ചെയ്താൽ ശിക്ഷ ഉണ്ടാവും. നമ്മുടെ ആചാര്യന്മാര് അല്ലെങ്കിൽ ഗുരുക്കന്മാർ ഓരോന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ടും ഇതുപോലുള്ള ഓരോരോ ഇങ്ങനെയുള്ളിടത്തോട്ട് കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ എന്താ പറയുന്നത്, പൂർവ്വകാലം മുതൽ കേരളത്തിൽ അറിയപ്പെടുന്ന കുട്ടികളുണ്ടാകാൻ വേണ്ടി മണ്ണാർശാല ഉരുളി കമത്തുക എന്ന് പറയും. ഇഷ്ടംപോലെ പേര് കുട്ടികൾ ഉണ്ടായവരാണ്. മണ്ണാർശാല ഉരുളി കമത്തുമ്പോൾ വേറെ അതിനകത്ത് ഒരു പ്രശ്നവുമില്ല. അവിടെ പോയി കമത്തിയാൽ പോരായോ? ഇവിടെയൊക്കെ പോകുന്നവർ അത്തരം താല്പര്യങ്ങളുള്ളവരാണ് അവിടെയൊക്കെ പോകുന്നത്, അല്ലെങ്കിൽ അത്തരം സമയദോഷമുള്ളവരായിരിക്കും പോകുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ള ഈ തട്ടിപ്പെന്ന് നിങ്ങൾ പറയുന്ന സ്ഥലങ്ങളിലേക്ക് എത്തപ്പെടുന്നവർ ആ വിധിയുള്ളവരായിരുന്നു. അവർ പണം കൊണ്ട് നഷ്ടങ്ങളുണ്ടായ, കോടികൾ നഷ്ടമുണ്ടായി. അടുത്ത കാലത്ത് തന്നെ ഈ എറണാകുളം പ്രദേശത്ത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങളുണ്ടായ ഒരാളുടെ പരാതികൾ കേസായതും ഒക്കെ കേട്ടതാണ്. അപ്പൊ ഈ പുതിയ പുതിയ സിസ്റ്റങ്ങൾ കണ്ട് ആകർഷിക്കപ്പെട്ടു പോകുന്നവർ അവരത് അനുഭവിക്കും, അത്രേ ഉള്ളൂ. എത്രയോ ക്ഷേത്രങ്ങൾ തൊട്ടിൽ കെട്ടുന്നവരുണ്ട് കുട്ടികളുണ്ടാകാൻ. ഇവിടെയൊക്കെ പോയാൽ പറയാമോ? അപ്പം നമുക്കൊന്നിലും ഒരു വിശ്വാസമില്ല. പുതിയതിനെ കണ്ട് പോകും. മറ്റേത് പ്രൂവ് ചെയ്യും. ഇപ്പം സിനിമ നടൻ MG സോമൻ വെജിറ്റേറിയൻ ആയിരുന്ന ഒരു വ്യക്തിയാണ്. മണ്ണാർശാല ഉരുളി കമ്മിറ്റി ഉണ്ടായതാണ്. അതുകൊണ്ടാ അദ്ദേഹത്തിന് വളർന്ന സാഹചര്യങ്ങളും അല്ലെങ്കിൽ വെജിറ്റേറിയൻ ആകാനും ഒക്കെ കാരണം. മരിക്കും വരെയും അദ്ദേഹം നോൺ വെജ് കഴിച്ചിട്ടില്ല. എന്തോ മരുന്നിൻ്റെ ആവശ്യത്തിന് പോലും പുള്ളിക്ക് ബുദ്ധിമുട്ട്. ഈ അടുത്തിടെ എനിക്ക് തോന്നുന്നു സിനിമയിൽ ആരോ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സിനിമ നടന്മാരോ, എനിക്ക് തോന്നുന്നത് ജഗന്നാഥ വർമ്മ അല്ല, ജനാർദ്ദന, അദ്ദേഹമാണ് തോന്നുന്നു. അപ്പോൾ അത്രയും വലിയ ഫലസിദ്ധിയുള്ള തലങ്ങൾ കിടക്കുമ്പം ഇങ്ങനെയോടത്ത് പോകുന്നവർ അനുഭവിക്കണം. ശരിക്കും ഇത്തരത്തിലുള്ള പൂജകൾ നമുക്ക് നിർത്തലാക്കേണ്ടതുണ്ടോ? ഇപ്പൊ പൂജകൾ നിർത്തലാക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരുപാട് പ്രശ്നങ്ങളായി മാറും. കാരണം ഇപ്പൊ ഇവിടെ നടക്കുന്ന ചർച്ച എന്താണെന്നറിയാമോ? ഒരു കൂട്ടരാൾക്കാര് ബ്രാഹ്മണിക്കൽ എന്ന് പറഞ്ഞ് ഒരുപക്ഷെ കേരളത്തിലെ മുഴുവൻ തന്ത്രിമാരെയും കേരളത്തിലെ ബ്രാഹ്മണ പൂജ ചെയ്യുന്ന എല്ലാവരെയും അടച്ചാക്ഷേപിച്ചു പോകുന്ന, അല്ലെങ്കിൽ അധമന്മാരാക്കി പോകുന്ന ഒരു തലം അത് ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കൗളമാർഗം ചെയ്യുന്ന ആളാണ്, കുലാചാരങ്ങൾ അനുഷ്ഠിക്കുന്ന ആളാണ്. അപ്പം അങ്ങനെ ഒരു കൂട്ടായ്മ മറ്റുള്ളവർ ഈ പറയുന്ന പോലെ വൈദിക സമ്പ്രദായമൊക്കെ ആയിട്ട് പോകുന്ന ഇവിടുത്തെ ബ്രാഹ്മണ സമൂഹത്തിനെ മൊത്തത്തിൽ അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞൊരു വലിയ പ്രശ്നം നടക്കും ഇപ്പം. അപ്പം അവിടെ ആ പ്രശ്നം നടക്കുന്ന സാഹചര്യത്തിലാണ് മറ്റുള്ളവർക്ക് ഈ പറഞ്ഞ തട്ടിപ്പ് ടീമിന് വളരാൻ അവസരം കിട്ടും. കേരളത്തിലെ ബ്രാഹ്മണ സമൂഹം പൂർണ്ണമായിട്ടും തട്ടിപ്പുകാരാണെന്ന് ഞാൻ പറയത്തില്ല. തട്ടിപ്പുള്ളവരുണ്ടെന്ന് തന്നെ പറയുകയും ചെയ്യും. എല്ലാത്തിലും ഉണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ തന്ത്രി കുടുംബങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്കറിയാം, പരമ്പരാഗത തന്ത്രിമാരായിട്ടുള്ള കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇപ്പൊ പരമ്പരാഗത തന്ത്രി കുടുംബങ്ങളെക്കാട്ടിൽ കൂടുതൽ ഇപ്പൊ കയറി വന്നിരിക്കുന്ന തന്ത്രി കുടുംബങ്ങൾ ഇഷ്ടം പോലെ. ഈ തന്ത്രി കുടുംബങ്ങളെല്ലാം ഫലയിച്ചോടുകൂടി തന്നെ പ്രവർത്തിക്കുന്നവരുമാണ്. എനിക്കറിയാവുന്ന പലരുമുണ്ട്, എൻ്റെ ഫാമിലിയിലും ഉണ്ട്. പറഞ്ഞാല് നമ്മളൊരു ചെല്ലുമ്പോൾ ഒരു സൈക്കിള് മാത്രം ഒരു വീട്ടിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്നും ഇപ്പോൾ ഒരു കാർ പോർച്ച് മൊത്തം 8-9 വാഹനം കിടക്കുന്ന ഒരു തന്ത്രി കുടുംബം എനിക്കറിയാം. ഈ മുമ്പേ ഞാൻ പറഞ്ഞതുപോലെയുള്ള
ഈ ജ്യോത്സ്യന്മാരെ കൊണ്ട് പ്രശ്നം വെപ്പിച്ച് കവളമാർഗങ്ങളിലോ കുലാചാരത്തിലോ നിന്നതിനെയൊക്കെ മാറ്റിയിട്ട് ക്ഷേത്രവും ഈ പറഞ്ഞ പോലെ പ്രതിഷ്ഠയും ഈ പറഞ്ഞ താന്ത്രിക വിധികളും കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിയ ജ്യോത്സ്യന്മാരും ഈ തന്ത്രിമാരും ഒരുമിച്ച് നിന്ന് തന്നെ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിയ ഒരു 40 വർഷത്തെ ചരിത്രങ്ങളുണ്ട്. അപ്പം എന്ന് പറഞ്ഞ് സ്വത്തികരായിട്ടുള്ള നന്മയുള്ള ഫലേച്ഛയില്ലാതെ നിൽക്കുന്ന ഒരുപാട് ബ്രാഹ്മണരുണ്ട്, അല്ലെങ്കിൽ തന്ത്രിമാരുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഓരോരോ സമുദായത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ അത് അപകടമായിട്ടേ വരത്തുള്ളൂ. അവിടെ മറ്റുള്ളവർ അതിനെ മുതലാക്കും പല രീതി പറഞ്ഞു. കാരണം ഈശ്വരൻ ഏത് ഉപാസകനെയായാലും ആരെയായാലും, അത് ബ്രാഹ്മണനെയായാലും ഏതവനെയായാലും പരീക്ഷിക്കും. ഈ പരീക്ഷണത്തെ അതിജീവിച്ച് പോവുക എന്ന് പറയുന്നത് നിസ്സാരമല്ല. അതുകൊണ്ടാണ് ചിലർ പെടുന്നത്. ധാരാളം ധനമുണ്ടാകാം, ധനം വരും. അത് വരുന്നതിൻ്റെ ഇടയിൽ തന്നെ ഈശ്വരൻ ഒരു പരീക്ഷ അങ്ങോട്ട് വെച്ചു കൊടുക്കും. ആ പരീക്ഷയിൽ പെടും. അതാണ് ഈ കേൾക്കുന്ന കഥകളൊക്കെ തന്നെ.